വ്യാകരണ വചനമൊക്കെ നന്നായിട്ട് അറിയാം. എന്താണ് അപ്പൊ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താ ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തിനാണ് അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? എന്താ? നമുക്ക് എപ്പോഴും കർത്താവിനെ കുറിച്ചൊരു മുൻവിധി എന്താ? കർത്താവ് ഭയങ്കര കർക്കശക്കാരനാണ്. നമ്മുടെ പങ്കാളിത്തം കൂടി കേട്ടോ വേറൊരു ചിന്തയാണ്. ദൈവം സ്വാതന്ത്ര്യം നൽകുന്നു. പിന്നെ പക്ഷെ വരാതിരിക്കണം, അങ്ങനെ വരരുന്ന പറയണം. അതിനെനിക്കാൻ അവരുടെ ഹൃദയം തുറന്നിട്ടില്ല. നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്, മറ്റൊരു അങ്ങനെ കിട്ടരുത്. കർത്താവ് എന്താ അങ്ങനെ പറയണ്ടേ? ചിലയിടത്ത് പറയുന്നുണ്ട് ഞാൻ പക്ഷപാതം. അങ്ങനെ ഓരോരുത്തരെന്തെങ്കിലും പറയും. ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ ചോദിക്കണെന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷൻ അല്ല. നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ ചിന്തിച്ചിരുന്നത് ഇന്ന് ഇറച്ചിക്ക് എത്ര വില കുറഞ്ഞു, അല്ലെങ്കിൽ പുതിയ എന്താ മാർക്കറ്റിൽ വന്നേക്കുന്നത്, പുതിയ വണ്ടി എന്താണ്, പുതിയ ഫ്രിഡ്ജ് എന്താണ്, ആ സ്ഥലത്തിന് ഞങ്ങളുടെ ഭാഗത്ത് എന്തോരം വിലയുണ്ട്, ഈ ബിൽഡിങ്ങിന് ഇവിടെ ഫ്ലോറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യണതില്ലേ. ഫോൺ വിളിച്ചിട്ട് പറയുന്നത് കേട്ടോ, പുതിയൊരു കാർ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ ഫ്രിഡ്ജ് ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഫ്രിഡ്ജാണ്, അതുകൊണ്ട് നീ കെട്ടിയവനോട് പറയും ഈ ഫ്രിഡ്ജ് മാറ്റി പുതിയത് മേടിക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. സ്വർണത്തിൻ്റെ വില, അതിൻ്റെ വില. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് കംപ്ലീറ്റ് വ്യത്യസ്തമായ ഒരു കാര്യം ഇല്ലേ? നിങ്ങളുടെ വിചാരങ്ങൾ. അപ്പൊ ഉത്തരവൊന്നും കിട്ടിയില്ലെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ ഒരു മനസ്സ് കംപ്ലീറ്റ് ഇപ്പൊ ഇവിടെ നിന്ന് വിട്ടു ഇല്ലേ? ഈ ലോകത്തിൽ നിന്ന് വിട്ടു. അതാണ് ഒരു വിഷയം. ഓക്കെ, പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാതൃക, നമ്മുടെ സഹനത്തിന്റെ അവർ പരിശുദ്ധാത്മാവില്ല. പറഞ്ഞു എല്ലാവരും പറഞ്ഞു എന്തെങ്കിലുമൊക്കെ. അവസരം കൊടുത്തിട്ട് സ്വീകരിച്ചില്ല, കണ്ടിട്ടായിട്ട് കണ്ടില്ല ഈ ലോകത്തിന്റെ ദേവന്മാർ. ഇനി ആ പുറവശത്ത് ആരെങ്കിലും ഉണ്ടെന്ന് ഉച്ചത്തിൽ പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഇതൊന്നും അല്ല ഇതിന്റെ ഉത്തരം. ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഇതിനകത്ത് കേട്ടോ. ഇത് വളരെ വേറെ ഒരു കണക്കാ. ഞാൻ പറയട്ടെ? ഓക്കെ, ഒന്ന് കൈവീശി കാണിച്ച എല്ലാവരും. ഓക്കെ, യേശു വന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇല്ലേ? യേശു വന്നത് എല്ലാവരുടെയും പാപം ക്ഷമിക്കാൻ വേണ്ടിയാണ്. സമ്മതിച്ചോ? എല്ലാവരും സമ്മതിച്ചോ? പക്ഷെ എപ്പോൾ, എങ്ങനെയാ യേശു എല്ലാവരുടെയും പാപം ക്ഷമിക്കുക? യേശു തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കുകയും എല്ലാവരുടെയും പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞാലല്ലേ യേശുവിന് എല്ലാവരുടെയും പാപം ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പിടിയിട്ടില്ലേ? അതിനു മുമ്പ് എല്ലാവരും കൂടി യേശുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറ്റുമോ? പറ്റുമായിരിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാലും അതല്ലല്ലോ ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി യേശു ലോകരക്ഷകനായി വന്നിരിക്കുന്നത് എല്ലാവരുടെയും പാപം എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത്
പരിഹാര ബലി അർപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും സൗജന്യ പാപമോചനം. അതിനു മുൻപ് എല്ലാവരും വരണം എന്നല്ല യേശുവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് യേശുവിൻ്റെ പരസ്യ പ്രഘോഷണ കാലഘട്ടത്തിലെ വലിയ ഒരു രഹസ്യം ഇതായിരുന്നു. യേശുവിൻ്റെ പരസ്യ പ്രഘോഷണത്തിൻ്റെ രഹസ്യം, യേശുവിൻ്റെ പരസ്യത്തിൻ്റെ രഹസ്യം ഇതായിരുന്നു. യേശു പരസ്യമായിട്ടാണ് പ്രഘോഷിക്കുന്നതെങ്കിലും ഇത് തച്ചൻ്റെ മകനാണെന്നും അല്ലാണ്ട് ഇതൊരു ലോകരക്ഷകനാണെന്ന് ആരും അറിയരുത് എന്ന ബോധ്യത്തോടെയാണ് യേശു പ്രഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് പറയാൻ, ആരാണ് ഞാൻ എന്നാണ് ആളുകൾ പറയണേ? അവരെന്താ പറയണേ? ഞാൻ ആരെന്നാണ് അവർ പറയണേ? പറഞ്ഞു, നീ വലിയൊരു പ്രവാചകനാണ്, ചിലർ പറഞ്ഞു നീ യോഹന്നാൻ മോഹൻദാന മടങ്ങി വന്നവരാണ്, ഇങ്ങനെ പലതും പറഞ്ഞു. ഓക്കെ, അപ്പോ ഞാൻ ജെറമിയായാണ്. അപ്പൊ ആരും പറയുന്നില്ല രക്ഷകനാണെന്ന്, ആരും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നേ? അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായ. ഇത് പറഞ്ഞ ഉടനെ കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇത് നീ അല്ല വാസ്തവത്തിൽ പറയുന്നത്. പിതാവ് നിനക്കിപ്പോൾ വെളിപ്പെടുത്തി തന്നത് കൊണ്ട്, എന്റെ പിതാവിന്റെ ആത്മാവാണ് നിന്നിലൂടെ പറയുന്നത്. ആത്മാവ് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാ. നിന്റെ മാംസരക്തങ്ങൾക്ക് ഇത് അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പത്രോസിന്റെ അധികാരങ്ങളൊക്കെ പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇത് ആരോടും പറയരുത്. മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടണം, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരാലും അവൻ പീഡിപ്പിക്കപ്പെടണം, അവനെ അവർ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ടപ്പോ ഇത്രയും അനുഗ്രഹീതനായ പത്രോസ് ഇത് പറയാണ്, അയ്യോ കർത്താവേ, അത് വേണ്ട, അത് സംഭവിക്കാതിരിക്കട്ടെ. സ്നേഹം കൊണ്ടാണ്. ഈശോ ഒട്ടനെ പറയാണ്, പിശാചേ ദൂരെ പോവുക, നിന്റെ ചിന്തകൾ മാനുഷികമാണ്. പിന്നെ മനുഷ്യൻ എന്ത് ചിന്തിക്കണം? നീ ദൈവത്തെ പോലെ അല്ല ചിന്തിക്കുന്നത്. നിന്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇവനാണ് മിശിഹ. പക്ഷെ മനസ്സിലായി കഴിഞ്ഞിട്ട് അടുത്തപടി അയാൾ എന്താ ചെയ്തത്? യേശുവിൻ്റെ ഈ രക്ഷാകര പോക്കിനെ തടസ്സപ്പെടുത്തുന്നു. കണ്ടോ, ഇത് അങ്ങ് ചെയ്യരുത്, ഇത് വേണ്ട, ഇത് ഭയങ്കര വേദനയാണ്, ഇങ്ങനെ അങ്ങേക്ക് സംഭവിക്കരുത്. അപ്പോ ഈ ലോകത്ത് അന്ന് യേശു ജനകോടികളോട്, ജനലക്ഷങ്ങളോട്, അല്ലെങ്കിൽ ചവിട്ടേറ്റ് മരിക്കുമെന്നുള്ള രീതിയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നാ പറയണത് ഇല്ലേ? ചവിട്ടേക്കുൽ, അതുപോലെ സ്റ്റാമ്പേൽ, അവരെല്ലാവരും മനസ്സിലാക്കുകയാണ് യേശുവാണ് വരാനിരിക്കുന്ന ലോകരക്ഷകനെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരെ വലിയ തടസ്സം ഇടുകയില്ലയോ? ചിലപ്പോ അവര് പോയിട്ട് ഈ പ്രധാന പുരോഹിതരെ, നിയമജ്ഞരെയൊക്കെ അവര് അറ്റാക്ക് ചെയ്തതിനെ വേണ്ടി പല പ്രശ്നം ഉണ്ടാവും. അപ്പോ യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ യേശുവിലൂടെ വരാനിരിക്കുന്ന രക്ഷയെ കുറിച്ച് പൂർണ്ണമായി യേശുവിന് പ്രഘോഷിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? ക്ലിയർ അല്ലേ? രക്ഷയുടെ പൂർണ്ണ സന്ദേശം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് കൊടുത്താൽ യേശുവാണ് രക്ഷകൻ അവർ മനസ്സിലാവും. അത് മനസ്സിലാകരുത്. അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും അങ്ങനെ മനസ്സ് തിരിയാതെയും ഇരിക്കണം ഇപ്പോൾ. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ യേശു പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇനിപ്പോയി എല്ലാവരോടും പ്രഘോഷിക്കുകയും. ശ്രദ്ധിക്കണം, ഒന്ന് കൈവീശി എല്ലാവരും. അപ്പൊ യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവർത്തികൾ ചെയ്യും. ഞാൻ ഈ വചനം പ്രഘോഷിച്ചത് നിങ്ങളും ചെയ്യും.
ഇനി ഈ എൻ്റെ വചനപ്രഘോഷണ കാലഘട്ടത്തിൽ എനിക്ക് പ്രഘോഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്താണത്? വാസ്തവത്തിൽ രക്ഷയുടെ പൂർണ്ണ സന്ദേശം, രക്ഷയെക്കുറിച്ചുള്ള പൂർണ്ണ സന്ദേശം മരണവും പുനരുത്ഥാനം കഴിഞ്ഞിട്ടേ പ്രഘോഷിക്കാൻ പാടുള്ളൂ. അതിനുശേഷമേ പറ്റുകയുള്ളൂ. എന്നാൽ അതിനുശേഷം യേശു അവിടെ ഉണ്ടോ? യേശു അതിനുശേഷം സ്വർഗത്തിലേക്ക് പോയി. പിന്നെ ആരിത് പ്രഘോഷിക്കും? ഇപ്പൊ മനസ്സിലായോ? നമ്മളുടെ ദൗത്യം മനസ്സിലായോ? എന്തോ ഒരു വലിയ ദൗത്യമായിട്ടാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ മരിച്ചുയർത്ത ശേഷം ഞാൻ ഉയർത്തു പോകും, പക്ഷേ എൻ്റെ ആത്മാവ് നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞാനായിട്ട് ലോകം മുഴുവൻ, നിങ്ങൾ ഓരോരുത്തരും എന്നെ പോലെ തന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളും ഇവയേക്കാൾ വലിയവയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോ ഇതാണ് യേശുവിന്റെ ആ മധ്യസ്ഥത. ഏക മധ്യസ്ഥനായ യേശു മനുഷ്യന്റെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലേക്ക് കൃപാവരം ചൊരിഞ്ഞ അതേ മധ്യസ്ഥതയുടെ ഒരു ഭാഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, വെറുതെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണ്ട കേട്ടോ, ആ പിശാചൊക്കെ നമ്മുടെ മേത്ത് കയറും പറയാറില്ലേ? നമുക്ക് സംഭവിക്കാറുണ്ട് ഇല്ലേ? ഒരാൾ ഭയങ്കര ഒരു വയറിളക്കം, ഡയറിയ ആയിട്ട് കുറെ ദിവസമായിട്ട് കിടക്കാം. പ്രാർത്ഥിച്ചപ്പോ അങ്ങേര് ഡയറിയ മാറി, വയറിളക്കം മാറി, ഇങ്ങേര് ഫുൾ വയറിളക്കമായി മാറി. ഇത് പിശാച് ബാധിക്കുന്നതോ നമ്മൾക്ക് അറ്റാക്ക് ഉണ്ടാകണതോ ഒന്നുമല്ല. യേശു നമ്മളെ വിമോചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വേദനകൾ യേശു ഏറ്റെടുത്തു. അവൻ നമ്മുടെ വേദനകളാണ് ചുമന്നത്, അവൻ നമ്മുടെ പാപങ്ങളാണ് വഹിച്ചത്. മനസ്സിലായോ? ആ ദൗത്യമാണ് ഒരു വിധത്തിൽ നമ്മൾ തന്നിരിക്കുന്നത്. നമ്മൾ ലോകത്തിൻ്റെ നിരവധി ആളുകളുടെ പാപവും പാപത്തിൻ്റെ ഭാരവും അതിൻ്റെ ഒരംശം നമ്മളും കൂടി ചുമക്കുമ്പോഴാണ് നമ്മൾ യേശുവും ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ മധ്യസ്ഥമായി മാറുന്നത്. അതൊരു ശാപമല്ല, മറിച്ച് യേശു അനുഭവമാണ്. ലോകത്തിന്റെ മുഴുവൻ പാപം യേശു ഏറ്റെടുത്തു. അപ്പോൾ യേശുവിന് വേദനിച്ചു, നിലവിളിക്കുകയാണ് യേശു, പിതാവേ ഇതെനിക്ക് പറ്റണില്ല, എനിക്ക് താങ്ങാൻ പറ്റണില്ല കർത്താവേ. ഇങ്ങനെ നിങ്ങളും ഒരിക്കലെങ്കിലും കരുതിയിട്ടുണ്ടോ? ഉണ്ടോ? എനിക്ക് പറ്റണില്ല. അത് വെറുതെ നിലവിളിച്ചൊന്നുമല്ല നിങ്ങൾ, അത് യേശുവിൻ്റെ ആ നിലവിളിയുടെ ശബ്ദം ഇന്നും മാറ്റളിക്കൊള്ളുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും വേദനകളും ഉണ്ടായി നമ്മൾ ഇത്രയും നവീകരണ അനുഭവമൊക്കെ ഉണ്ടായാലും നമ്മൾ പറയും, എൻ്റെ കർത്താവേ എന്നെ അങ്ങ് എടുക്ക്, എനിക്ക് പറ്റണില്ല. ഇതാണ് ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതായത് യേശുവിൻ്റെ ആ അവസ്ഥ നമ്മളിൽ പ്രതിഫലിക്കുന്നു. ഏക മധ്യസ്ഥനായ യേശുവിൻ്റെ ഏറ്റവും ഭയാനകമായ മധ്യസ്ഥ പ്രാർത്ഥന, പിതാവേ നീ എന്തിനെന്നെ കൈവിട്ടു. യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കുരിശും ഈ കുരിശിന് മുൻപുണ്ടായ ഗെത്സമനിയിൽ യേശു അനുഭവിച്ച വേദനകളോട് നമ്മുടെ വേദനകളെയും തിരസ്കരണങ്ങളെയും ദാരിദ്ര്യത്തെയും ദുഃഖങ്ങളെയും എല്ലാം ഒന്നിച്ചു വെക്കുമ്പോഴാണ്.
അതിനിപ്പോ ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇഷ്ടം പോലെ വേദനകൾ നമുക്കുണ്ട്. അതൊന്നും ഒരു ശാപമല്ല. അതെല്ലാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ സാക്ഷാൽ മുന്തിരിച്ചെടിയുടെ ഒരു ശാഖയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിലൊക്കെ അതുണ്ടാകുന്നത്. ഈശോ ഗെത്സമനിയിൽ വെച്ച് കരഞ്ഞു. ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമോ? യേശുവിനെ ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. അത്രയ്ക്ക് യേശു മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾക്ക് വളരെ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹമുള്ള ഒരാളെ വിളിച്ചിട്ട് ഒന്ന് പറയൂലേ, ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി പറയുകയോ ഇല്ലയോ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആശ്വാസമായി ഇല്ലേ? എന്ന പോലെ തന്നെ ദൈവപുത്രനും മനുഷ്യപുത്രനുമായ യേശു മനുഷ്യരായ നമ്മളിൽ നിന്നും ആശ്വാസം തേടുന്നു. അതാണ് സങ്കീർത്തനം 69:21 പറയുന്നത്. നിന്ദനം എന്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു.